ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ് എന്നാ വിചാരിക്കണം. അപ്പോൾ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അറിയുണ്ടാവും, പുതിയ ചാപ്റ്ററാണ് കേട്ടോ. കളർ എടുക്കാൻ പോയി. അപ്പോൾ പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാവുന്നതിൽ 3 ചാപ്റ്റേഴ്സാണ് പൊതുവെ വളരെ ഈസി. ദാറ്റ് ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, റൈറ്റ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. പ്രോപ്പർ ടേം എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻട്രൻസിൽ വരുമ്പോൾ 3 ചാപ്റ്റേഴ്സ് ഒരുമിച്ചാണ് വരിക. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, സെക്കൻഡ് ആറ്റംസ്, റൈറ്റ്, തേർഡ് ന്യൂക്ലിയർ. ഇതിന് 3 ചാപ്റ്റേഴ്സാണ് സെപ്പറേറ്റ് ആയിട്ട് NCERT-യിലുള്ളത്. അത് 3 ക്ലബ് ചെയ്തിട്ടൊറ്റ ടോപ്പിക്കായിട്ടാണ് നമ്മുടെ നീറ്റിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ നീറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ ഏത് എൻട്രൻസ് സെക്ഷനിലായാലും ദ ക്ലബ്ഡ് ഇൻ ടു 1, റൈറ്റ്. ക്ലിയർ ആവുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലബ് ചെയ്തിട്ടില്ല, ബിക്കോസ് നിങ്ങൾ ഒബ്വിയസ്ലി CBSE ബോർഡ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണം ക്ലാസ് എടുക്കാൻ, അല്ലേ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റായ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ അതിൽ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. പൊതുവേ ന്യൂമറിക്കൽ സെക്ഷൻ NCERT ബേസിൽ കുറവാണ്. പ്യുവർലി തിയറിയാണ് കൂടുതലും. ഉണ്ട് കേട്ടോ ന്യൂമറിക്കൽസ്, ബട്ട് വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽ സെക്ഷനും തിയറി നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറവ് മാർക്കുമാണ് CBSE പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യരുത്. എന്താണ് പുതിയ വർഷത്തിൽ വരാൻ പോകണമെന്ന് അറിയില്ല. 3 ചാപ്റ്റർ കൂടി വരുമ്പോൾ നല്ല മാർക്ക് വരുന്നുണ്ട് കേട്ടോ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ഏതാണ്ടൊക്കെ ഷെയറിങ് മാതിരിയാണ്. ഈ കൊല്ലം ഡ്യുവൽ നേച്ചറിലാണ് കൂടുതൽ ചോദിച്ചെങ്കിൽ അടുത്ത കൊല്ലം ആറ്റംസ്, അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടല്ലോ. അപ്പോൾ കെമിസ്ട്രി കുറേയൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഈ ചാപ്റ്റർ വളരെ പൊതുവെ എളുപ്പമാണ് കേട്ടല്ലോ, റൈറ്റ്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആണ്. വേർഡ്സ് യു ഹാവ് ഹേർഡ് ഇൻ യുവർ ലോവർ ക്ലാസ്സസ്, ഓർ ഐ ക്യാൻ സേ കുറച്ചൊക്കെ നിങ്ങൾ ഈ കൊല്ലത്തെ കെമിസ്ട്രിയിൽ കേട്ടതായിരിക്കും, റൈറ്റ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്തുവാടേ ബ്രഷ് വലുതാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എന്തറിയോ, നമ്മൾ ഇത്രയും കാലം ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ തൊട്ടിട്ട് ഇതുവരെ പഠിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ച ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യാം. നമ്മളെന്താ പഠിച്ചത്? ലൈറ്റിന് എന്ത് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു, ലൈറ്റ് ഈസ് ഹാവിങ് വേവ് നേച്ചർ. ഇതാണല്ലോ നമ്മൾ സ്ഥിരീകരിച്ചത്, റൈറ്റ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ കുറേ കേസൊക്കെ പറഞ്ഞല്ലേ വേവ് നേച്ചർ ആവാൻ ചാൻസ് ഇല്ല, ന്യൂട്ടൺ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ലൈറ്റ് ആസ് വെൽ ആസ് റേഡിയേഷൻ, റൈറ്റ്, അതിന് വേവ് നേച്ചർ ഉണ്ട്, റൈറ്റ്. അത് ഓൾറെഡി പ്രൂവ്ഡ് ആണല്ലോ. അതുകൂടാതെ പാർട്ടിക്കിൾ നേച്ചർ കൂടിയുണ്ട് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രൂവ് ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് 2 നേച്ചറുള്ള കാരണമാണ് നമ്മൾ ഡ്യുവൽ നേച്ചർ എന്ന് തന്നെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ വരുന്നത് ലൈറ്റും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്, റൈറ്റ്. ഈ ടോപ്പിക്കാണ് നമ്മൾ ബേസ്ഡായിട്ട് എടുക്കാൻ പോണത്, റൈറ്റ്. അപ്പോൾ നിങ്ങൾ ചാപ്റ്ററിൽ നോക്കിയേ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിക്കോളൂ. ഇവിടെ ഞാനിങ്ങനെ മാറ്റാം. ഈ ഡ്യുവൽ നേച്ചർ വന്നതൊക്കെ മനസ്സിലായിരുന്നിരിക്കും പേരെന്തുകൊണ്ടാണ്. 2 നേച്ചറും ഉണ്ട്, എന്ത്, ലൈറ്റ് ആൻഡ് റേഡിയേഷൻ, റൈറ്റ്. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുക. അതുകൂടാണ്ട് ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ ഒരു ഐഡിയ വരിക, മാറ്ററിന് എന്ത് സ്വഭാവം ഉണ്ടെന്നുള്ളൂ, പാർട്ടിക്കിൾ നേച്ചർ അല്ലേ. അത് മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ, കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും മാറ്ററിന് എന്തുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് വാട്ട്, വേവ് നേച്ചർ. ഇത്രയും 3 സെക്ഷൻസാണ് നമ്മൾ പഠിക്കുക. ഇനി ഇതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ പറഞ്ഞുതരാം, ബട്ട് അറിഞ്ഞിരിക്കുക. ദിസ് ആർ ഓൾ ടോപ്പിക്സ് വിച്ച് യു ആർ ഗോയിങ് ടു ഡീൽ. അപ്പോൾ സ്ട്രേറ്റ് അവേ ഫോട്ടോ ഇലക്ട്രിക് പെർഫെക്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മുമ്പ് കുറേ ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയ മെത്തേഡിൽ തന്നെ പോയിരിക്കും നല്ലത്, ബിക്കോസ് CBSE പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേവ് ഓപ്റ്റിക്സുമായി മുമ്പ് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ലൈറ്റ് അല്ലെങ്കിൽ എല്ലാ റേഡിയേഷനും വേവ് നേച്ചറാണ് ഉള്ളത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള തിയറീസ് ഏതൊക്കെയായിരുന്നു? മാക്സ്വെല്ലിൻ്റെ അല്ലേ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. അയാളെന്താ പറഞ്ഞാൽ എല്ലാ റേഡിയേഷൻസും അതിൽ ഉണ്ടാകുന്നത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് പ്രൊപ്പഗേഷനിൽ പെർപെൻഡിക്കുലറായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക്
വേവ്സ്. അതായത് electromagnetic waves, there are electromagnetic waves where electric and magnetic fields are moving in perpendicular to the propagation, and he said that light is an example of an electromagnetic wave. ഇതാണ് മാക്സ്വെൽ പറഞ്ഞത് അല്ലേ. പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ വേറെ പഠിച്ചു, എന്ത് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഹൈഗൻ എന്തു പറഞ്ഞത്, അയാളും പറഞ്ഞത് എന്താ, വേവ് നേച്ചറാണ് ഉള്ളതെന്ന് അല്ലേ. ഇത് ഫോൾസിഫൈ ചെയ്യാനാണ് കേട്ടോ നമ്മൾ ഈ ചാപ്റ്ററിൽ പോകണം, വേവ് നേച്ചർ മാത്രമല്ല. റൈറ്റ്. അപ്പോൾ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൽ നിന്ന് പിന്നെ യങ്സ് എന്തിലേക്ക് പോയി, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് കൂടി ഹി പ്രൂവ്ഡ് വാട്ട് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ്. റൈറ്റ്. അതേമാതിരി സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് കൊണ്ട് അതിൽ എന്ത് ഡിഫ്രാക്ഷനും പ്രൂവ് ചെയ്തു. റൈറ്റ്. ഡിഫ്രാക്ഷൻ. റൈറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചു, പോളറൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ എന്തിലുണ്ട് പ്രോപ്പർട്ടി എല്ലാം എന്താണ് നമ്മൾ ലൈറ്റ് വേവിനുണ്ടെന്ന് അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണല്ലോ. ഇതെല്ലാം കൈചൂണ്ടിയിരുന്നത് വേവ് നേച്ചറാണ് ലൈറ്റിനുള്ളതെന്നാണ് കേട്ടോ. ക്ലിയർ ആവണ്ട. അതായത് നമ്മുടെ നോക്കിയേ, ന്യൂട്ടൻ ചേട്ടൻ പറഞ്ഞു എന്താണ് കോപ്പസ്കുലാർ തിയറി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു അല്ലേ. കോപ്പസ്കുലാർ തിയറി, ഹി സെഡ് ദാറ്റ് ദ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ പാർട്ടിക്കിൾ ഫോംസ് വിൽ ബി ഡിഫറെൻറ്റ് ഷേപ്സ് എക്സെട്ര. അതൊക്കെ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ കോപ്പസ്കുലാർ തിയറി അയാൾ കൊണ്ട് അതിലെന്താ മീൻ ചെയ്തത്, ലൈറ്റിന് എന്ത് നേച്ചറാണെന്നാ, പാർട്ടിക്കിൾ നേച്ചറാണ്. കുറേ വർഷങ്ങൾക്ക്. അപ്പോൾ അയാൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. അതിനുശേഷം നമ്മുടെ ഹൈഗൻ വന്നു ഇയാൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നും പറഞ്ഞു അയാൾ കൊണ്ടുവന്നു എന്താണ്, വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. ഇപ്പം ഞാൻ തിരിച്ചു പറയാൻ പോവുക, ഹൈഗൻ പറഞ്ഞതും പൂർണ്ണമായി ശരിയല്ല, ഫോൾസിഫൈ ആണ്. എഗെയിൻ ന്യൂട്ടൻ്റെ തിയറിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കോപ്പസ്കുലർ തിയറി അല്ല കേട്ടോ. പക്ഷേ എന്താണ്, വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ലൈറ്റ് ഓർ എനി റേഡിയേഷൻ ഈസ് ഓൾസോ ഹാവിങ് പാർട്ടിക്കിൾ നേച്ചർ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫിനോമിന ലൈറ്റിന് വേവ് നേച്ചറല്ല പാർട്ടിക്കിൾ നേച്ചറാന്നൊക്കെ വരാൻ കാരണം, അതായത് ഡ്യുവൽ നേച്ചറാണ് ഉള്ളത് എന്ന് കാരണമായിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നടന്ന എല്ലാം ധടിയെന്ന് പറഞ്ഞിട്ട് ചാടിയിട്ട് പ്രൂവ് ചെയ്യപ്പെടുകയല്ല ചെയ്തത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഇറ്റ് വാസ് ഡിസ്കവറി ഓഫ് electron. Right. So first step for proving that the light is having what particle nature was through discovery of electron. Right. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയിലേക്കൊക്കെ വന്നപ്പോൾ നമ്മൾ ഡൗട്ടും ഉണ്ടാവണമല്ലോ. ഇവിടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് പറയായിരിക്കില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവണം. വേവ് നേച്ചർ ശരിയല്ല എന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ വന്നിട്ടുണ്ടാവും അല്ലേ. അതായത് മാക്സ്വെൽ ഇപ്പോൾ മീയം തിയറി അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് 1870-ലുള്ളത് അല്ലെങ്കിൽ 19th സെഞ്ച്വറിയിലുള്ള റൈറ്റ്. അപ്പോൾ 1800s തൊട്ടുള്ള അതേ ടൈം ഇൻ്റർവെല്ലിൽ തന്നെ സയൻറ്റിസ്റ്റ് വർ ഡൂയിങ് സം എക്സ്പെരിമെൻറ്റ്സ് ബട്ട് നോട്ട് ആൻ ഇലക്ട്രോൺ. ദേ വർ എക്സ്പെരിമെൻറ്റിങ് ഓൺ ഡിസ്ചാർജ് ട്യൂബ്സ്. അതായത് അവർ സമയത്ത് എന്താണ് എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഉള്ളിൽ ഡിസ്ചാർജിങ് എങ്ങനെയാണ്. അതിപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, നിങ്ങൾ പഠിച്ചുള്ളല്ലോ കാഥോഡ് റേ ട്യൂബ്സ് എന്നൊക്കെ. അപ്പോൾ 1870-ൽ വില്യം ക്രൂക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ്, റൈറ്റ്, വില്യം ക്രൂക്സ്, റൈറ്റ്, ഡിസ്കവേർഡ് വാട്ട് ഈസ് നോൺ ആസ് കാഥോഡ് റേസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാഥോഡ് റേസ് അല്ലേ. അദ്ദേഹമാണ് കാഥോഡ് റേസ് കണ്ടുപിടിച്ചത്. അതായത് കുറേ എക്സ്പെരിമെൻറ്റ്സ് എന്താണ് പഠിച്ചിരുന്നത്, ഇങ്ങനെയാണ് ഡിസ്ചാർജിങ് നടക്കുന്നത്. ഗ്യാസിൽ ഡിസ്ചാർജ് ട്യൂബ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഡിസ്ചാർജിങ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഒരു ചേമ്പർ എടുക്കുകയാണ്, 2 ഇലക്ട്രോഡ് എടുക്കുകയാണ്. ഇത് കാഥോഡും ഇത് ആനോഡാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് നിറയ്ക്കുകയാണ്, അത് ലോ പ്രഷറിലാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇരിക്കുമ്പോൾ ഇതിനൊരു ഇലക്ട്രിക് ഫീൽഡ് കൂടി ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഹി ഫൗണ്ട് ദാറ്റ് സം റേസ് ആർ മൂവിങ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ആ റേസിന് അദ്ദേഹം പേര് കൊടുത്തു എന്താണ്, കാഥോഡ് റേസ് എന്ന്. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെ കണ്ടേന്ന്, കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള സെക്ഷൻ വെച്ചിട്ട് അല്ലേ. അപ്പോൾ കാഥോഡിനും കുറച്ച് ഫ്ലൂറസെൻ്റ്, അതിൻ്റെ തൊട്ട് ബാക്കിലത്തെ സെക്ഷനും ഇത് ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് വന്നു. അങ്ങനെ ഗ്ലോയിങ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കാഥോഡിൽ നിന്നായിരിക്കണം എന്തെങ്കിലും വന്നിട്ടുണ്ടാവുക, റേഡിയേഷൻസ് വന്നിട്ടുണ്ടാകണം. ദൂസ് ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് വർ കോൾഡ് കാഥോഡ് റേസ്.
അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്നില്ല ഇതെന്താണ് ഈ പ്രത്യേകത, ഈ റേസിൻ്റെ പ്രത്യേകത ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോഴാണ് നമ്മുടെ ജെ തോംസൺ ചേട്ടൻ, ജെ തോംസൺ വാസ് എ മേജർ കോൺട്രിബ്യൂഷൻ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഫിറ്റിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പറയാൻ കേട്ടോ. എന്നാലും അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്, വില്യം ക്രൂക്കിൻ്റെ അതേ അറേഞ്ച്മെൻറ്റാണ് ചെയ്തത്. പക്ഷേ വില്യം ക്രൂക്ക് എന്താ ചെയ്തത്, ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു, ഇവിടെ ഒരു കാഥോഡും ഇവിടെ ഒരു ആനോഡും ചെയ്ത് ഗ്യാസ് ലോ പ്രഷറിൽ വെച്ചു, ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് നൽകിയത് അല്ലേ. പക്ഷേ ജെ തോംസൺ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൂടാതെ മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തു. സോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു അഡീഷണൽ സാധനം കൂടി കൊടുത്തു. എന്നിട്ട് ഹി ഫൗണ്ട് ദ ചാർജ് ബൈ മാസ് റേഷ്യോ. എത്തിയിട്ടില്ല, ഞാൻ പറയണല്ലോ. നോക്കിയേ, ഹി ഡിഡ് an arrangement like this, then he provided an additional magnetic field along with the electric field so that perpendicular to each other. For that he was able to find charge by mass ratio. ഇനി അതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നല്ല ഫിഗർ ഉണ്ട്. ഞാനൊരു ഊഹത്തിലേ വരയ്ക്കണുള്ളൂ. അതായത് ഒരു ഇലക്ട്രോൺ ഗൺ, അല്ലെങ്കിൽ യു ക്യാൻ സേ ഒരു കാഥോഡ് റേ വിടുന്ന ഒരു ഗണ്ണാന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ചാർജ് കൊടുക്കാൻ, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കണ്ടേ. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ ഇതൊരു പ്ലേറ്റ് പ്ലസ് മൈനസ്, അയ്യോടാ അതെന്തിങ്ങനെ ഉദ്ദേശിച്ചത് ഇങ്ങനെ വയ്ക്കാനാണ്. ഇനി അതിൻ്റെ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നിരിക്കുക. ഇവിടെ ഒരു സ്ക്രീനുണ്ട്. അപ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്തായിരിക്കണം, കാഥോഡ് റേസ് വന്ന് ഇവിടെ വീഴണം എന്നല്ലേ, അല്ലേ? ക്ലിയർ ആവണ്ടോ? അതിൽ കൂടാതെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഈ ഡിസ്ചാർജ് ട്യൂബിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കാഥോഡ് ഉണ്ടായിരുന്നു, ഇവിടെ ആനോഡും ആണെന്ന് അറിയില്ലേ. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ കാഥോഡിൽ നിന്ന് ലൈറ്റ് റേസ് ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഈ റേസിൻ്റെ നേച്ചർ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞാൽ എന്താണ് ജെ തോംസൺ പറഞ്ഞത്? ഹി സെഡ് ദാറ്റ് ഇഫ് റേസ് ആർ കമ്മിങ് ഫ്രം cathode to anode, saying cathode is negative and anode is positive, that means the charge or the ray which is coming from this cathode must be negative. അല്ലേ, ഇത് നെഗറ്റീവ് ആയാലും ഇങ്ങോട്ട് ചാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ നിൽക്കില്ലായിരുന്നോ, അല്ലെങ്കിൽ റിപ്പൽ ചെയ്തിട്ട് അവിടെയല്ലേ പോവുക. Right, so he said that the rays or the cathode rays is having which nature? He said the cathode rays are negative in nature. അപ്പോൾ ഇലക്ട്രോൺ എന്നൊന്നും പേരിട്ടിട്ടില്ല കേട്ടോ അദ്ദേഹം. ക്ലിയർ ആവണ്ട? ഇത് അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പഴയ സിനാറിയോയിലേക്ക് പോവാം. അയച്ചൂടാ. ഏത് നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. He provided both electric and magnetic field perpendicular to each other. അപ്പോൾ ഇദ്ദേഹം എന്താ വിചാരിച്ചത്, ഇങ്ങനെ കാഥോഡ് റേ അയാൾ വിട്ടു. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് സെൻറ്ററിൽ മാത്രം ഒരു കുത്തെങ്ങാനും വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വരുന്ന കാഥോഡ് റേ മുഴുവൻ എന്താണ് ഈ സെൻറ്ററിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് ഹി എക്സ്പെക്റ്റഡ് ഓൺലി ടു ബി ലെറ്റ്സ് സേ അറ്റ് പോയിൻ്റ് എ അല്ലേ. പക്ഷേ ഹി ഫൗണ്ട് ദാറ്റ് ദർ ഈസ് എ ഡീവിയേഷൻ in path of this cathode rays, right, due to this application of extra magnetic field. Let's say it reaches the point B. എളുപ്പത്തിന് ഞാനിതിന് അറ്റത്തേക്ക് വരയ്ക്കാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയാണ്. ഇത് എ, ഇത് ബി ആണെന്ന് വിചാരിക്കുക. ക്ലിയർ ആവണ്ട? അപ്പോൾ ഇങ്ങനെ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു ഡീവിയേഷൻ സർക്കുലർ പാത്ത് അല്ലേ, നേരെ പോണതിന് പകരം ഇറ്റ് ഈസ് ട്രൈങ് ടു ഹാവ് എ സർക്കുലർ പാത്ത് അല്ലേ. സർക്കുലർ പാത്തിലേക്കാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചാർജ് ഫ്ലോയിങ് ഇൻ സർക്കുലർ പാത്ത് എന്നൊക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് ഹി വാസ് സെഡ് ദാറ്റ്, അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സേർട്ടിങ് എ ഫോഴ്സ് ഓൺ ദിസ് ചാർജ് ഇലക്ട്രോൺ ആണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, ക്യൂ വി ബി. വി ക്രോസ് ബി ആണ് നമ്മൾ എന്താ, ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ക്യൂ വി ബിന് പകരം ഇദ്ദേഹം പറഞ്ഞു ക്യൂവിൻ്റെ ചാർജ് മൈനസ് ആണ്, അതിൽ ഞാൻ ഇ എന്ന് പറയണു, ഇ വി ബി. അപ്പോൾ അതിന് ഇലക്ട്രോൺ എന്ന് പേര് കൊടുത്തിട്ടില്ല. റൈറ്റ്, ഹി ഈസ് അസ്യൂമിങ് ദാറ്റ് ദ ചാർജ് ഈസ് നെഗറ്റീവ്, സോ ഹി നെയിം ദാറ്റ് ചാർജ് ആസ് ഇ. റൈറ്റ്, ഈ എഫ് എം. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഉണ്ടല്ലോ, അയാൾക്കറിയാം അയാൾ എത്ര മാഗ്നറ്റിക് ഫീൽഡാണ് കൊടുക്കണത്. അറിയാത്ത വെലോസിറ്റി ടൈമും പിന്നെ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഒന്നും അയാൾക്കറിയില്ല കേട്ടോ. ക്ലിയർ ആവണ്ട? അപ്പോൾ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ.
ഇനി അയാൾ ഇതൊക്കെ എക്സ്പെരിമെൻ്റ് ആണ്, ഇതിങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. റൈറ്റ്, എക്സ്പ്ലെയിൻ ഹൗ J.J. Thomson was able to find charge by mass ratio, റൈറ്റ്, ഓർ എക്സ്പ്ലെയിൻ ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാം. റൈറ്റ് എന്നാ അപ്പോൾ എന്താണ് J.J. തോംസൺ പറഞ്ഞത്, ഒരു ഡീവിയേഷൻ വരികയാണെന്ത് ശരിക്കുള്ള എക്സ്പെക്റ്റഡ് പൊസിഷനിൽ നിന്ന് വേറെ പുതിയ പൊസിഷനിലേക്ക് ചാടുകയാണ് അല്ലേ. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സർക്കുലർ പാത്ത് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് mv²/r റേഡിയസ് ഓഫ് ദിസ് പാത്ത് അല്ലേ. ക്ലിയർ. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഇക്വലിബ്രിയം അച്ചീവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇക്വലിബ്രിയം കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ്. സോ ഹി ഇക്വൈറ്റഡ് ദൂസ് ഫോഴ്സ്. അപ്പോൾ ഇയാൾക്ക് ചാർജ് ബൈ മാസ് റേഷ്യോ കിട്ടും അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ടൈപ്പ് ലാപ്പ്. അപ്പോൾ FM എന്താണ് EVB, FC എന്താ mv²/r അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഒരു V കട്ട് ചെയ്ത് കളയാലോ. റൈറ്റ്, സോ ഐ ക്യാൻ റൈറ്റ് E/m. റബ്ബർ എടുത്തെന്ന് വിചാരിച്ചു ഞാൻ. E/m ഈസ് ഈക്വൽ ടു ദ V/RB. എന്നാൽ ഇയാൾക്ക് ചാർജ് ബൈ മാസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾക്ക് എന്ത്, ഈ 3 ടേമുകൾ, അതായത് വെലോസിറ്റി ഓഫ് ദിസ് ചാർജ്, റേഡിയസ് ഓഫ് ദ പാത്ത്, റൈറ്റ്, ആൻഡ് B മാഗ്നറ്റിക് ഫീൽഡ്. ഈ B അയാൾ കൊടുത്തതല്ലേ, അപ്പോൾ അയാൾക്ക് സുഖമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, അയാൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് അയാൾക്കല്ലേ അറിയുള്ളൂ. സോ ഹീ നോസ് ദ വാല്യൂ ഓഫ് B. നല്ല കാര്യം. പക്ഷേ ഇനി എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാം, അതിനു വേണ്ടി അയാൾ വേറൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തു. എന്തിനാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞിട്ട്. ഹി അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്, രണ്ടെണ്ണത്തിന് ഫോഴ്സ് ഈക്വലൻ്റ് ആയി അയാൾ അപ്ലൈ ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്തായി, QE അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ക്യൂവിന് പകരം അയാൾ E എന്ന് എഴുതി. FM എന്താണ് ഇപ്പോൾ തന്നെ എഴുതി, QVBന് പകരം EVB. E ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഹി ഗോട്ട് ദ വെലോസിറ്റി ആസ് E/B. ഇത്രയും കോൺസ്റ്റൻ്റ് അയാൾക്കറിയണം ഇലക്ട്രിക് ഫീൽഡും അയാൾക്കറിയണം മാഗ്നറ്റിക് ഫീൽഡും നൽകി കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. അപ്പോൾ അതും കിട്ടി, E/m കണ്ടുപിടിക്കാനുള്ള വെലോസിറ്റി കിട്ടി, B അയാൾക്കറിയാം. ഇനി എന്താ അയാൾക്കറിയാത്ത, ഹി ഡസൻ നോ what റേഡിയസ് ഓഫ് പാത്ത്, റൈറ്റ്. ഇനി അതാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൾക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ സുഖം അല്ലേ. അപ്പോൾ ഇനി സർക്കുലർ പാത്ത് അയാൾ കൺസിഡർ ചെയ്യണം അല്ലേ. ആ സർക്കുലർ പാത്ത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, ആ ഫിഗറിലേക്കൊന്ന് പോവാം. ഇതല്ലേ നമ്മുടെ ഫിഗർ. ഈ പോയിൻ്റ് O എന്ന് വിചാരിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കേന്ദ്രമായി കൊടുത്തത്, അയാൾ കേട്ടോ, നമ്മളല്ല. റൈറ്റ്, സപ്പോസ് ഈ O തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ്, റൈറ്റ്, that let's say that distance is x direction അല്ലതുകൊണ്ട് ഞാൻ x എടുക്കണം. റൈറ്റ്, let's say the deviated path is y. അപ്പോൾ ഇതിനെ ഞാൻ മുഴുവനൊരു എന്താണ് സെൻറ്റർ എടുക്കാൻ പറ്റില്ല, ഒരു സർക്കിളിൻ്റെ ഭാഗമായിട്ട് ഈ കൺസിഡർ ചെയ്യാം. അയാൾ പറയാണ് ഈ ഡീവിയേഷനും ഈ പാത്ത് ഓഫ് ദി ആക്ച്വൽ പാത്ത് ഓർ ആക്ച്വൽ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസും എന്താക്കാം, 2 പോയിൻറ്റ്സ് ഓഫ് എ സർക്കിളാക്കാമെന്ന്. സോ ദാറ്റ് ദിസ് ആൻഡ് ദിസ്, റൈറ്റ്. അപ്പോൾ ഇതെന്താണ്, ഇത് അയാളുടെ ഇപ്പോൾ ഫിഗർ അനുസരിച്ച് എന്താണ്, നമ്മുടെ ഹി മാർക്ക് ദിസ് ആസ് y, റൈറ്റ്, ആൻഡ് ദിസ് ആസ് x, റൈറ്റ്. അപ്പോൾ അയാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ 2 കോർഡ്സ് ആയിട്ടുള്ള ചിന്ത, ഹി സോ ദാറ്റ് അതായത് ഇതല്ലേ പോയിൻ്റ് O എന്ന് പറയണത്, എവിടെയാണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തത്, അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യും അല്ലേ, A എന്ന് പറഞ്ഞ പോയിന്റിലേക്ക്. അതിനുള്ള ഡിസ്റ്റൻസ് x ആണെന്ന് അയാൾ പറഞ്ഞു. വേറൊരു പോയിന്റിലേക്കാണ് ശരിക്കും വന്ന് പോയത്, അതും Aയും Bയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, y ആണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുകയാണ് ഇതിൽ നിന്ന് നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് സൈഡിലും ആക്കാം, ഇതിന് ഇങ്ങോട്ടും ആക്കാം, എന്നിട്ട് ഇതിനെ മൊത്തം ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യാൻ അയാൾ പറഞ്ഞത്. ക്ലിയർ ആവണ്ടാ, റൈറ്റ്. നൗ മൂവിങ് ഓൺ, റൈറ്റ്. സോ ഹീ നോ ദ ലെറ്റ്സ് സേ ഇത് ആക്ച്വലി ഡയമീറ്റർ അല്ലാട്ട 2 കോഡുകൾ മാത്രമാണ്, റൈറ്റ്. ഇതൊക്കെ അസംഷൻസ് ആണ് കേട്ടോ, എക്സാക്റ്റ് ഒന്നും ആവില്ല. സോ he said that say that circle is having radius r means diameter എന്തായിരിക്കും, 2r ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് കോഡ് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, y into y, റൈറ്റ്, അല്ലെങ്കിൽ y² is equal to 2r, അതായത് കോഡ് ഒരു കോഡ് സെക്ഷൻ സ്ക്വയർ is equal to diameter minus other chord into x. ഇതൊരു ഫോർമുലയാണ്. നിങ്ങൾ മാത്സിൽ പിന്നെ നിങ്ങൾ BSc എക്കണോമിക്സ് BSc ഫിസിക്സ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മാത്സ് എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, റൈറ്റ്. സോ റേഡിയസും
റൈറ്റ്? കോഡുകളും തമ്മിൽ റിലേഷനാണ് കേട്ടോ അത്. റൈറ്റ്? ആർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയേർഡ് പ്ലസ് വൈ സ്ക്വയേർഡ്. ക്ലിയർ ആവുണ്ടോ? അല്ല എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ ഉള്ള കോഡായിരിക്കും. റൈറ്റ്? ക്ലിയർ ആയ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 2x. ഇത് അങ്ങനെ തന്നെ മക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ മാത്സ് എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ 6 കിട്ടി, വി കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി അയാൾക്ക് അറിയാം. അപ്പോൾ അയാൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇ ബൈ എം റേഷ്യോ അയാൾക്ക് കണ്ടുപിടിക്കാമെന്നല്ല, അയാൾ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. റൈറ്റ്? ഇനി ഇദ്ദേഹം തന്നെ ഇതുമ്പോൾ തന്നെ അയാൾ ഇരിക്കുക. സോ അഗെയിൻ ഹി വാസ് ഡൂയിങ് സം എക്സ്പെരിമെൻറ്റ്സ്. റൈറ്റ്? ആഫ്റ്റർ സം ടൈം ഇപ്പോൾ ഇയാൾക്ക് എന്ത് മനസ്സിലായിടോ? ഇങ്ങനെ ഒരു കാഥോഡ് റേ ഉണ്ട്, ട്യൂബിൽ കൊണ്ടുവന്ന് കാഥോഡ് റേസ് വന്നിട്ട് ബൊമ്പാർഡ് ചെയ്യുകയാണ്. ഹി പ്രൊവൈഡ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഈച്ച് അതർ. റൈറ്റ്? സോ ആക്ച്വൽ പാത്തിൽ നിന്ന് ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. എന്തോ ഒരു വസ്തുവിന് ആ ഡീവിയേഷൻ വരുന്ന ഈ റേസ് എന്ത് നേച്ചറാന്ന് പറഞ്ഞു? ഇലക്ട്രിക് നേച്ചർ, അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, നെഗറ്റീവ് നേച്ചറുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിളിൻ്റെ പാത്തിനൊരു ഡീവിയേഷൻ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ പാർട്ടിക്കിളിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ അദ്ദേഹം കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ജെ തോംസൺ ഇത്ര നേരം കൊണ്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ. ഇനി അദ്ദേഹം എന്ത് ചെയ്തു? വേറെയും കാര്യങ്ങൾ ചെയ്തു. അതായത് അദ്ദേഹം പറഞ്ഞു കുറച്ച് മെറ്റൽസ് എടുത്തു, അതിൻ്റെ മുകളിൽ യു വി റേഡിയേഷൻസ് അദ്ദേഹം ബൊമ്പാർഡഡ് യു വി റേഡിയേഷൻസ് ഓവർ ഇറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ് അദ്ദേഹത്തിന് കിട്ടി. എന്നിട്ട് പറഞ്ഞാൽ യു വി റേഡിയേഷൻസ് ഒരു പ്ലേറ്റിൽ കൊടുത്തു, അല്ലെങ്കിൽ മെറ്റാലിക് പ്ലേറ്റിൽ. സോ ഹി ഫൗണ്ട് ദാറ്റ് സം ഓഫ് ദ ചാർജസ്, റൈറ്റ്, വിച്ച് ഇസ് നെഗറ്റീവ് ഇൻ നേച്ചർ വാസ് പുഷിങ് ഔട്ട്. റൈറ്റ്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് എങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു സ്ഥാനത്ത് നിന്ന് എങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടണേന്ന്. റൈറ്റ്? അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഹീ ജസ്റ്റ് ലൈക്ക് ദ പ്രീവിയസ് കേസസ് ഹീ ഫൗണ്ട് ദിസ് ചാർജ്, പുറത്ത് വന്ന ഈ ചാർജിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ, വേണ്ട ഇ ബൈ എം എന്ന് എഴുതണ്ട, ചാർജ് ബൈ മാസ് റേഷ്യോ അദ്ദേഹം കണ്ടുപിടിച്ചു എല്ലാവിധ പാർട്ടിക്കിൾസിൻ്റെയും. അപ്പോൾ ഇയാൾ നോക്കിയപ്പോഴേ ഈ ചാർജ് ബൈ മാസ് റേഷ്യോയുടെ വാല്യൂ, റൈറ്റ്, was same as that of the charge by mass ratio of that of cathode rays. അദ്ദേഹം കാഥോഡ് റേസിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചല്ലോ, അത് എക്സാക്ട് വാല്യൂ തന്നെയാണ് ഇവിടെയും വന്നത്. എന്താ, ഒരു മെറ്റൽ പ്ലേറ്റിൽ യു വി റേഡിയേഷൻ ചെയ്തപ്പോൾ ഇത് തന്നെ അയാൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തു, ഒരു മെറ്റലിനെ അടുത്ത് ചൂടാക്കിയപ്പോഴും അതിൽ നിന്ന് എന്ത് വരുന്നു? ചാർജസ് വന്നു. ഈ ചാർജിൻ്റെയും മാസ് റേഷ്യോ ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചപ്പോഴും കാഥോഡ് റേസിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോമാർ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് അയാൾ എന്താ മനസ്സിലാക്കിയേ? അയാൾ ഉദ്ദേശിച്ചത് എല്ലാ വസ്തുക്കളിലും ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഉണ്ട്, റൈറ്റ്, വിച്ച് ക്യാൻ ബി പുഷ്ഡ് ഔട്ട്. Right? There are some negative particles in all the objects, common negative particles in all objects in the universe, right, which can be pushed out of the body by various methods, right? And these negatively charged particles, he named it as electrons. Clear ആവുണ്ടോ? റൈറ്റ്? അപ്പോൾ അത് പേര് മാത്രം കൊടുത്തുള്ളൂ. അതിൻ്റെ ചാർജ് എത്രയാണെന്നോ അതിൻ്റെ മാസ് എത്രയാണെന്നോ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. റൈറ്റ്? അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1913 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മിൽക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നടന്നു. റൈറ്റ്? ബൈ മിൽക്കൻ. റൈറ്റ്? അദ്ദേഹം ഒരു ഓയിൽ ഡ്രോപ്പിൻ്റെ മുകളിലുള്ള മൊത്തം ചാർജ് അദ്ദേഹം കണ്ടുപിടിച്ചു. റൈറ്റ്? എന്നിട്ട് എനർജി അല്ലെങ്കിൽ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞത്, ഇത് ദ ചാർജ് ഓൺ ദ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ടു വാട്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ ഒരു ഡ്രോപ്പിൽ, അല്ലേ? അല്ലെങ്കിൽ ഹീ ഫൗണ്ട് ദ പ്രോപ്പർ ഇക്വേഷൻ ഓർമ്മണ്ട, ക്യൂ ഇസ് ഈക്വൽ ടു NE. ക്ലിയർ? ഇതാണ് മിൽക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് കൊണ്ട് കണ്ടുപിടിച്ചത്. അങ്ങനെ വരുമ്പോൾ അയാൾ എപ്പോഴും കണ്ടുപിടിച്ചത് എന്താണ്? ഈ മൊത്തം ചാർജ് equal is an integral multiple of number of materials or number of particles into charge of each particle. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആണെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റി. ക്ലിയർ ആവുണ്ട്? റൈറ്റ്? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പോൾ ഈ കണ്ട എക്സ്പെരിമെൻ്റ് കൊണ്ടൊക്കെ പ്രൂവ് ചെയ്തെന്താ? ഫസ്റ്റ് എന്താ? ഇലക്ട്രോൺ ഇസ് നെഗറ്റീവ്ലി ചാർജ്, ഫണ്ടമെൻ്റൽ, which constitutes or constituent of matter. Right? Second എടുക്കുക എന്താ? Electron is
an elementary charge. Electron is an elementary charge, right? And the charge of that electron is E is equal to 1.6 into 10 to power minus 19 coulomb, right? Clear aya? Pinna endulla third one, electric charge is quantized. Q is equal to Ne, right? 4 എന്തുണ്ട് for specific charge, right? ഓരോ specific chargeനും E/m ratio equal to 1.76 into 10 to power 11 coulomb per kilogram, right? ഇതും ആണ് ഇത്രയും നേരം കൊണ്ട് ഇത്ര എക്സ്പെരിമെൻറ്റ്സ് കൊണ്ട് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് വരാൻ കഴിഞ്ഞത്. ഇപ്പോഴും നമുക്ക് പാർട്ടിക്കിൾ നേച്ചറിലേക്ക് എത്തിയിട്ടില്ല കേട്ടാ. അത് നെക്സ്റ്റ് നമ്മൾ ഹെഡിങ് എഴുതണം, ഇലക്ട്രോൺ എമിഷൻ. റൈറ്റ്? അദ്ദേഹം പറഞ്ഞത് ഒരു മെറ്റൽ എടുക്കുക. അദ്ദേഹം എന്നല്ല, മീൻസ് അത് കണ്ടുപിടിച്ചാണ് കേട്ടോ, അതിൻ്റെ ആളൊന്നും അറിയില്ല. റൈറ്റ്? ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ആ മെറ്റലിലേക്ക് എക്സ്റ്റേണലായിട്ട് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ, റൈറ്റ്, ആ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടിപ്പോകുന്നുണ്ട്. ഇറ്റ് വാസ് ഫൗണ്ട് എക്സ്പെരിമെൻ്റലി ആസ് വെൽ ആസ് പ്രാക്ടിക്കലി കുറേ കണ്ടെത്തുന്നതാണ്. എന്തെങ്കിലും എനർജി ഒരു മെറ്റൽ പ്ലേറ്റിൽ സർഫസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റൽ പ്ലേറ്റിൽ നിന്ന് എന്ത് പുറത്തേക്ക് ചാടുന്നു? ഇലക്ട്രോൺസ് ചാടുന്നതായിട്ട് കാണുന്നു. റൈറ്റ്? അപ്പോൾ ഇനഫ് ആയിട്ടുള്ള ഒരു പ്രത്യേക സാധാരണ കുറച്ച് എനർജി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, ഒരു ഇനഫ് എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു പുഷ് സം ഇലക്ട്രോൺസ് ഔട്ട് സൈഡ്. ഏത് ടൈപ്പ് ഇലക്ട്രോൺസാണ് വരിക പുറത്തേക്ക്? വാലൻസ് ഇലക്ട്രോൺസ്, കെമിസ്ട്രി. റൈറ്റ്? അപ്പോൾ ഞാനൊരു ആറ്റമിൻ്റെ ചിന്തയിൽ എടുക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഓർബിറ്റ്, ഇത് ന്യൂക്ലിയസ് ആയിരിക്കും. ഇത് ഈ പുറത്ത് കിടക്കുന്ന അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുക. സ്വാഭാവികമായിട്ട് ന്യൂക്ലിയസ് അതിനെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ എനർജി ഓഫ് അട്രാക്ഷൻ ഫ്രം ദ ന്യൂക്ലിയസ്. റൈറ്റ്? അങ്ങനെ വന്നാണെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ, ഇലക്ട്രോണ് പുറത്തേക്ക് ചാടിക്കാൻ കഴിയുള്ളൂ. ക്ലിയർ ആവുണ്ടോ? അതെന്ത് എനർജിയാണെന്നുള്ള ടേം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. ക്ലിയർ? അപ്പോൾ പ്രോസസ് ഓഫ് ഇലക്ട്രോൺ എമിഷൻസ്, പല രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോൺസ് ചാടിക്കാൻ എനർജി കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. റൈറ്റ്? സോ ഫസ്റ്റ് പ്രോസസ് ഈസ് തെർമിയോണിക് എമിഷൻ. തെർമിയോണിക് എമിഷൻ പേര് കേട്ടാൽ അറിയാലോ എന്താണ് തെർമിയോണിക് എമിഷൻ. 2 m ആയിപ്പോയി, 1 m ഉള്ളൂ. റൈറ്റ്? വാട്ട് ഡു യു മീൻ ബൈ തെർമിയോണിക് എമിഷൻസ്? തെർമൽ പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടിക്കുന്നത്, ചൂടാക്കുക. അതിനെയാണ് പറയുന്നത് തെർമിയോണിക് എമിഷൻ. ഈ പ്രോസസ്സ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറണ്ട് വരെ ജനറേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? 2 പ്ലേറ്റ് എടുക്കും, 2 ഇലക്ട്രോഡ്സ് ഇട്ടാ, അതിൽ ഒരെണ്ണം ഹോട്ടായിരിക്കും, ഒരെണ്ണം കോൾഡായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും സപ്ലൈ വെച്ചിട്ടോ അതിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യണം. ആരെ? ഇയാളെ ഹീറ്റ് ചെയ്യുമ്പോൾ ഹീ പ്രൊവൈഡ്സ് ദിസ് ഇലക്ട്രോൺസ് ക്യാൻ ബി ടാപ്ഡ്. ടാപ്പിംഗ് എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഗിവ്സ് യു കറണ്ട്. റൈറ്റ്? അപ്പോൾ തെർമിയോണിക് എമിഷൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കറണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ ഈസ് യൂസിങ് ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫീൽഡ് എമിഷൻ. അതായത് ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്, ഇലക്ട്രിക് ചാർജ് കൊടുക്കുകയാണ്. ഒരു ചാർജ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്താണ്? ഇലക്ട്രോൺസ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ മെറ്റൽ പ്ലേറ്റ് ഫോഴ്സ്ഫുള്ളി. റൈറ്റ്? ദിസ് ഇസ് നോൺ ആസ് ഫീൽഡ് എമിഷൻ. മൂന്നാമത്താണ് നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. റൈറ്റ്? ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ്. അതായത് ഒരു മെറ്റൽ പ്ലേറ്റിൽ നല്ല ഹൈ എനർജി അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നല്ല വേവ് ലെങ്ത്തും എനർജിയും ഉള്ളൊരു ലൈറ്റ് റേയിനെ ഞാൻ പാസ് ചെയ്യിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ക്യാൻ ബി എമിറ്റഡ് ഓർ മൂവ്ഡ് ഔട്ട് ഫ്രം ദ മെറ്റൽ സർഫസ്. ദാറ്റ് ടൈപ്പ് ഓഫ് എമിഷൻ ഇസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ ഇതാണ് കുന്തം പഠിക്കാൻ പോണത്. ക്ലിയർ ആവുണ്ടാ? നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ ഗോൾഡ് ലീഫ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റൈറ്റ്? അതൊന്ന് നോക്കാം കേട്ടോ. അതായത് ഇങ്ങനെ എന്താണ്? റൈറ്റ്? ദർ വിൽ ബി എ മെറ്റൽ പ്ലേറ്റ്. ഇതൊരു ചേമ്പറിനുള്ളിലായിരിക്കും, ഇതൊരു ഗോൾഡ് ലീഫായിട്ട് കണക്ട് ചെയ്തിരിക്കും. നമ്മൾ ഫോട്ടോൺസ് എത്തിയിട്ടില്ല, നിങ്ങൾക്ക് പറയാനായിട്ടില്ല. ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലീഫ് ഒന്ന് ഡീവിയേറ്റ് ചെയ്യും. റൈറ്റ്? ബിക്കോസ് ദിസ് കോസ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദിസ് സെക്ഷൻ ആൻഡ് ദിസ് ഇലക്ട്രോൺ ഫ്ലോസ് ഹിയർ. റൈറ്റ്? അപ്പോൾ ആദ്യം ന്യൂട്രലായിരുന്നതിന് ചാർജ് കിട്ടും.
അങ്ങനെ ക്ലിയർ ആവണ്ട. റൈറ്റ്, ദിസ് വാസ് സംതിങ് യു ക്യാൻ ലേൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കേട്ടല്ലോ. റൈറ്റ്, ഇനി നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. റൈറ്റ്, സോ മൂവിങ് ഓൺ. വാട്ട് ഡു യു മീൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഇതങ്ങനെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. റൈറ്റ്, നിങ്ങളിത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിലീവ് ദാറ്റ് the light is having what nature? Light is having particle nature. ഏടോ, നിങ്ങൾ ഒരു വസ്തു, ഇതാണ് ബ്ലോക്ക്, ഗോട്ടിക്കായ കളിക്കില്ലേ നിങ്ങൾ, ഇതാണ് ഗോട്ടി, ഇതിനെ തെറിപ്പിക്കണം, വേറൊരു ഗോട്ടിക്കായ വന്ന് ഇതിനടിക്കണം അല്ലേ, എന്നാലും ഇതിങ്ങനെ മൂവ് ചെയ്യുള്ളൂ. സോ ഇങ്ങനെ അടിക്കണത് നിങ്ങളോട് പറയാം, ലൈറ്റ് റേസ് വന്ന് എടുത്തിട്ട് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ഈ ലൈറ്റ് റേസിന് എന്തായിരിക്കണ്ടോ, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടായാലും ഇങ്ങനെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്, ക്ലിയർ ആവണ്ടാ. റൈറ്റ്, അതായത് നമ്മൾ ന്യൂട്ടൺ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞേ, ന്യൂട്ടൺ പറഞ്ഞതാണ്, അയച്ചോടാ പേന എഴുതണ്ടേ, കോർപ്പസൽസ് അല്ലേ, ഹി സെഡ് ദ കോർപ്പസ്കുലർ തിയറി അല്ലേ. പക്ഷേ ഹൈഗൻസ് പറഞ്ഞു എന്താ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിയ കാര്യത്തിൽ പറഞ്ഞു എന്താ, ലൈറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടല്ല വേവ് നേച്ചറാണെന്നിട്ട് സിംഗിൾ സ്ട്രേറ്റ് എടുത്തു, ഇൻ്റർഫറൻസ് പഠിപ്പിച്ചു, ഡിഫ്രാക്ഷൻ പഠിപ്പിച്ചു, പോളറൈസേഷൻ പഠിപ്പിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു ലൈറ്റൊക്കെ വേവ് ആണെന്ന്. അങ്ങനെ 1905 കേട്ടോ ദിസ് ഇസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടത്. അതായത് ഇതിനു മുമ്പ് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാൻ ചൂട് മതി എന്നൊക്കെ അല്ലേ പഠിച്ചിരുന്നത്. അതിൻ്റെ കൂടെ ഒരു വിപ്ലവകരമായ ചിന്തയാണ് വന്നത്. അതിന് പകരം ലൈറ്റ് യൂസ് ചെയ്തായാലും യു ക്യാൻ മേക്ക് ഇലക്ട്രോൺസ് ടു ജംപ് ഫ്രോം ദ മെറ്റൽ പ്ലേറ്റ്. റൈറ്റ്, അതായത് ആ ലൈറ്റ് തോന്നിയ മാതിരത്തെ ലൈറ്റ് ആയിരിക്കരുത് കേട്ടോ. റൈറ്റ്, ലൈറ്റ് ഷുഡ് ഒരു പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ ന്യൂട്ടൺ പറഞ്ഞതാണ് ലൈറ്റ് പാർട്ടിക്കിളാന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണ്, പക്ഷേ കോർപ്പസ്കുലർ തിയറി തെറ്റാണ് കേട്ടോ. നെവർ റൈറ്റ് ദാറ്റ് ന്യൂട്ടൺ പറഞ്ഞ കോർപ്പസ്കുലർ തിയറി കറക്റ്റായിരുന്നു എന്ന് അല്ല. ന്യൂട്ടൺ പറഞ്ഞ കോർപ്പസ്കുലർ തിയറി അല്ല ശരിയായത്. ന്യൂട്ടൺ പറഞ്ഞ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആണ് ശരിയായത്. ന്യൂട്ടൺ വാട്ട് ഹി സെഡ് അബൌട്ട് പാർട്ടിക്കിൾ നേച്ചർ വാസ് സ്റ്റേറ്റഡ് ട്രൂ. റൈറ്റ്, ക്ലിയർ ആവണ്ട. അതിൽ കുറേ ഡീവിയേഷൻസ് ഒക്കെ വന്നേ. റൈറ്റ്, ക്ലിയർ, ഓക്കെ. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? അതായത് എനിക്കിങ്ങനെ മെറ്റൽ സർഫസ് എടുത്ത് വിചാരിക്കാം, അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ. എന്താണ് ഫ്രീ ഇലക്ട്രോൺസ്? നമുക്ക് ബാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഞാൻ ഒരു ലൈറ്റ് റേസ് കൊടുക്കുകയാണെങ്കിൽ, റൈറ്റ്, അല്ലെങ്കിൽ EM വേവ്സ് എന്ന് പറയുക, റേഡിയേഷൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓഫ് ഹൈ ഫ്രീക്വൻസി, റൈറ്റ്, ഓർ ഐ ക്യാൻ സേ ലോ വേവ് ലെങ്ത് അല്ലേ. വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ. ഒന്നെങ്കിൽ എനിക്ക് ഹൈ ഫ്രീക്വൻസി എന്ന് പറയാം, അല്ലെങ്കിൽ ലോ വേവ് ലെങ്ത്തുള്ള ഒരു EM വേവ്സ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, റൈറ്റ്, എനർജി ഓഫ് എൻ EM വേവ് ഇസ് ഗിറ്റൺ ബൈ hc/λ. ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരാം, എന്നാലും പറഞ്ഞിരിക്കുക. 1/λ മ്യൂ അല്ലേ, ഫ്രീക്വൻസി അല്ലേ. സോ hc മ്യൂ എന്ന് എഴുതാം. റൈറ്റ്, അപ്പോൾ നോക്കിയേ, ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ E കൂടും, മ്യൂ കൂടിക്കഴിഞ്ഞാൽ, ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാലും E കൂടും കേട്ടോ. അപ്പോൾ നല്ല ഫ്രീക്വൻസി ഉള്ളതോ അല്ലെങ്കിൽ തീരെ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല എനർജി ഉള്ള ലൈറ്റ് ആയിരിക്കും മാറുക. A light wave which is having higher frequency and lower wavelength will have high energy. ക്ലിയർ ആവണ്ട. റൈറ്റ്, അപ്പോൾ ഈ ഹൈ എനർജി ആയിട്ടുള്ള ഒരു വേവ് അല്ലെങ്കിൽ റേഡിയേഷൻസ് അല്ലെങ്കിൽ EM വേവ്സ് കൊണ്ട് ഒരു മെറ്റൽ സർഫസിനെ ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇലക്ട്രോൺസ് വിൽ ബി ഫോഴ്സ്ഫുള്ളി ഇജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഓട്ടോ ഇലക്ട്രിക് ഫിനോമിന. റൈറ്റ്, ദ പ്രോസസ് ഓഫ് ഇജക്റ്റിംഗ് എൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് ബൈ സ്ട്രൈക്കിംഗ് ഇറ്റ് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ റേഡിയേഷൻസ് with a the high frequency and low wavelength is known as photoelectric effect. Clear? ഇത് അങ്ങനെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനേഷൻ ഉണ്ട്. എക്സ്പെക്ട് യു ഗൈസ് ടു ബൈ ഹാർട്ട് ഇറ്റ്. റൈറ്റ്, അതായത് നമ്മളിനി ആലോചിക്കാൻ പോകണം കേട്ടോ. ഇതൊരു മെറ്റൽ സർഫസ് ആണെന്ന് വിചാരിക്കുക. അതിൽ ഞാൻ വേവ്സ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ലൈറ്റ് റേസ് വേവ്സ് എന്ന് പറയണ്ട, ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്യാണ്. ഈ ലൈറ്റ് റേസ് ഉണ്ടായിരിക്കുന്ന കുറച്ച് പാർട്ടിക്കിൾസ് കൊണ്ടാണ്, ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുക. റൈറ്റ്, ദാറ്റ് ഈസ് ലൈറ്റ് ഒരു വേവ് അല്ല, ലൈറ്റ് ഇസ് എ
കളക്ഷൻ ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ഫോട്ടോ പാർട്ടിക്കിൾസ് എന്ന് ശരിക്കും പറയാൻ പാടില്ല, എന്തുകൊണ്ടെന്ന് നേരത്തെ പറയാം. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ വി ആർ ഗോയിങ് ടു ഇൻസിഡൻറ്റ് EM wave or light wave ഓൾസോ അവർ വിച്ച് ഇസ് എ കളക്ഷൻ ഓഫ് ഫോട്ടോൺസ്. ക്ലിയർ? അപ്പോൾ ഈ ഫോട്ടോൺസിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക്, അപ്പോൾ ആ ഫോട്ടോൺ എങ്ങനെയാണ് വരുന്നത്? ഇതേ നമ്മുടെ ഗോട്ടിക്കായൻ്റെ കളി പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് ഫോട്ടോൺ എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ആരെയാണ് തട്ടേണ്ടത്? അത് ഈ ഫോട്ടോൺ വന്ന് അടിക്കും, ഇത് പോയി തെറിക്കും. റൈറ്റ്? സോ ദിസ് ഇസ് എ പാർട്ടിക്കിൾ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ലൈറ്റ്, നോട്ട് പാർട്ടിക്കിൾ വിച്ച് വി ഡീൽ. അത് ഞാൻ എന്താണെന്നുകൊണ്ട് പറയാം അടുത്തത്. അപ്പോൾ ഫോട്ടോണിനെ പറ്റി നമുക്ക് വൃത്തിയായിട്ടൊന്ന് പഠിക്കണം. വാട്ട് ഡു യു മീൻ ബൈ ഫോട്ടോൺ? അതായത് ഫസ്റ്റ്, അതായത് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് എന്ന് പറയാൻ പാടില്ല, എന്നാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഡെഫിനേഷൻ അങ്ങനെയാണ് പറയുന്നത്, വിച്ച് ഇസ് നോൺ ആസ് ഫോട്ടോൺസ്. റൈറ്റ്? ക്ലിയർ? അപ്പോൾ ഫോട്ടോൺസ് എക്സ്പ്ലിസിറ്റ്ലി എന്തായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കിൾ അല്ല കേട്ടോ. എന്തുകൊണ്ടാണ്? മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഇത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാലൊക്കെ പഠിക്കും, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കറുത്ത ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പോണ റേഡിയേഷനെ പറ്റി പഠിച്ചു. അങ്ങനെ അദ്ദേഹം പഠിച്ചപ്പോൾ എന്താണ് അവിടെയും എന്താണ് കുറച്ച് ലൈറ്റിൻ്റെ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബോഡിക്കും എന്തുണ്ട്? റേഡിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ റേഡിയേഷൻ വരുമ്പോൾ നമുക്കൊരു പാർട്ടിക്കിൾ നേച്ചർ എടുക്കണം അല്ലേ. അപ്പോൾ അവിടെയും നമ്മളെന്ത് പറയുന്നുണ്ട്? ഫോട്ടോൺ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം എഴുതുക ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. റൈറ്റ്? ജസ്റ്റ് നോ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇസ് എ പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. ക്ലിയർ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റൈറ്റ്? അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ കേസസൊക്കെ തന്നെ പ്ലാങ്ക് ആ സമയത്ത് പഠിച്ചിരുന്ന അല്ലേ. അപ്പോൾ അവിടെയും റേഡിയേഷൻസ് ഉണ്ട്. റൈറ്റ്? അപ്പോൾ അതിനെ പാർട്ടിക്കിൾസ് പറയാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് അവിടെ കാണുന്നില്ലല്ലോ, മാസ്ലെസ് മാതിരിയാണ് കാണുന്നത്. ക്ലിയർ? അപ്പോൾ മാക്സ് പ്ലാങ്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എന്തായാലും വേവ് അല്ല, പക്ഷേ കുറച്ച് വേവിൻ്റെ പാക്കറ്റ്സ് ആണ്. റൈറ്റ്? He said that it is not wave as it is. He said it is a packets. ഇങ്ങനെ പാക്കറ്റുകളായിട്ടാണ് സഞ്ചരിക്കുന്ന വേവിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അത് ബോഷ്കുമാരി എല്ലാവരും വേവ് അല്ല, പക്ഷേ വേവിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് രസമില്ലല്ലോ. അപ്പോൾ ന്യൂട്ടൺ ശരിക്കും അതിനെന്താ പറഞ്ഞിരുന്നതെന്ന് അറിയോ? എനർജി പാക്കറ്റ്സ് എന്നാണ്. റൈറ്റ്? ഹി സെഡ് ദാറ്റ് ദ ലൈറ്റ് ഈസ് ആക്ച്വലി ട്രാവലിംഗ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അതായത് കോർപ്പസ്കുലർ തിയറത്തിനൊക്കെ ശേഷം അദ്ദേഹം പറഞ്ഞു, right, is actually the light is traveling in energy packets. ഇങ്ങനെ കഷ്ണം കോർപ്പസ്കുലർ എന്നല്ലാണ്ട് പറയാണ്ട് എനർജീൻ്റെ കുറേ പാക്കറ്റുകളായിട്ടാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞു. അതിന് തന്നെ വേറെ പേര് തന്നെ വന്നു, ദാറ്റ് ഇസ് നോൺ ആസ് ക്വാണ്ടാസ്. റൈറ്റ്? അതായത് കാലങ്ങൾക്ക് ശേഷം ഈ എനർജി പാക്കറ്റ്സിന് വേറെ പേര് വന്നതാണ് ക്വാണ്ടാസ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? ദാറ്റ് ഈസ് എനർജി. ഇപ്പോൾ നമ്മുടെ റേഡിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, ആ റേഡിയേഷൻ എനർജി ഉണ്ട്. ഈ എനർജി പോകുന്നത് വിൽ ബി മൂവിങ് ഇൻ സ്പെസിഫിക് പാക്കറ്റ്സ്. ദാറ്റ് പാക്കറ്റ് ഈസ് നോൺ ആസ് ക്വാണ്ടാസ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? ക്ലിയർ? അപ്പോൾ രണ്ടാമത്തത് ഫോട്ടോണിനെ പറ്റിയിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, മാസ് ഓഫ് ദ ഇത് എഴുതിക്കാം, മാസ് ഓഫ് ഫോട്ടോൺ ഈസ് നോട്ട് ഡിഫൈൻഡ് in sense of Newtonian mechanics. ഇങ്ങനെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കുക. അതിനിങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് ടോപ്പിക്കായിട്ട് എഴുതിയില്ല, പക്ഷേ റിപ്പീറ്റഡ് ആണ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻഡ് ആണ്. മാസ് ഓഫ് ഫോട്ടോൺ ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. എന്തൊട്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്? ക്ലാസിക് മെക്കാനിക്സിനെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്ലാസിക് മെക്കാനിക്സ് എന്ന് നമ്മൾ +1 കുറേ പഠിച്ചില്ലടോ. ഇങ്ങനെ ഒരു മാസ് ഉണ്ട്, അതിന് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതിന് ആക്സലറേഷൻ എത്ര, ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. റൈറ്റ്? പിന്നെ പുള്ളി സിസ്റ്റം അല്ലേ. ദിസ് ആൻഡ് ഓൾ ആർ എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട്? ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ക്ലിയർ ആവുണ്ടോ? പക്ഷേ ആ പരിപാടികൾ, ആ ഇക്വേഷൻസോ അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഇക്വേഷൻസോ ഒന്നും എന്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോട്ടോണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? ദോസ് മാസ് റൂൾസ്, റൈറ്റ്, മാസ് റൂൾസ് ആണല്ലോ, അവിടെ മുഴുവൻ മാസിൻ്റെ കളികളല്ലേ, കനോട്ട് ബി അപ്ലൈഡ് ഇൻ ദിസ് സെക്ഷൻ അറ്റ് ഓൾ അല്ലേ. അതുകൊണ്ടാണ് ഈ ഫോട്ടോണിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസൊക്കെ ഒരു പ്രത്യേക വേറെ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയും. റൈറ്റ്? ക്വാണ്ടം
മെക്കാനിക്സ്. അതൊന്നും നിങ്ങൾ ഇക്കൊല്ലം പഠിക്കാനേ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ പിന്നെ ഹയർ ഡിഗ്രിയിൽ പോലെ BSc ഫിസിക്സ്, MSc ഫിസിക്സ്, ബാച്ചുലേഴ്സ് ഡിഗ്രി ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ദർ യു വിൽ ലേൺ അബൌട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഇൻ ഡീറ്റെയിൽ. ഇവിടെ നമുക്ക് ആകെ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താണ്? തേർഡ് പോയിന്റിലല്ലേ എഴുതിയിരുന്നത്? തേർഡാണ് സെക്കൻഡാണോ? സെക്കൻഡ് എന്നുകൊണ്ട് അല്ലേ? സെക്കൻഡ് മാർക്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ സെക്കൻഡ് അല്ലേ? അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ കണ്ടിന്യൂഷൻ. നിങ്ങൾ ആദ്യം +2 പഠിക്കാനുള്ളത് ആകെ ഒന്ന് പഠിച്ചാൽ മതി. എന്താണ്? റെസ്റ്റിംഗ് മാസ്. റൈറ്റ്, സെക്കൻഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ കേട്ടോ, CONTD. റൈറ്റ്, റെസ്റ്റിംഗ് മാസ് ഓഫ് എ ഫോട്ടോൺ ഈസ് 0. റൈറ്റ്, അതായത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഫോട്ടോൺ എന്തില്ല? മാസില്ല. മൂവ് ചെയ്യുമ്പോൾ മാത്രം ഫോട്ടോണ് മാസ് ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? ഇനി ഫോട്ടോണിനെ പറ്റിയിട്ട് പറയേണ്ട മൂന്നാമത്തെ പോയിന്റ്. റൈറ്റ്, ഓൾ ഫോട്ടോൺസ് ട്രാവൽ വിത്ത് 299,792 458 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും സ്പീഡിലാണ് എന്താണ് വാക്യൂത്തിലോ അല്ലെങ്കിൽ എയറിലോ എന്ത് ചെയ്യണേ? ഫോട്ടോൺസ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇത് ഏതാണ്ടൊക്കെ ക്ലോസ് അല്ലേ? 10⁸ ഫോംസിലല്ലേ? 2.99 അല്ലേ? അല്ലെങ്കിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് ക്ലോസ് ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്തിൻ്റെ സ്പീഡാ? ലൈറ്റിൻ്റെ അല്ലേ? സോ സെയിം സ്പീഡിലെ ഇക്വലൻ്റ് സ്പീഡിൽ തന്നെയാണ് എന്ത്? ഫോട്ടോൺസും സഞ്ചരിക്കുന്നത്. അത് ഓബ്വിയസ്ലി അല്ലടോ ആയിക്കോട്ടെ. ഏത് വേവ് ലെങ്ത് ആയാലും, ഇപ്പോൾ റെഡ് ലൈറ്റ് ആയാലും ഗ്രീൻ ലൈറ്റ് ആയാലും എല്ലാത്തിലെയും ഫോട്ടോൺസ് സഞ്ചരിക്കുക ഇതേ സ്പീഡിലാണ്. റൈറ്റ്, പിന്നെ നാലാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഫോട്ടോൺസ് ആർ ന്യൂട്രൽ ഇൻ നേച്ചർ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ചാർജ് ഇല്ല കേട്ടോ. ന്യൂട്രൽ പാർട്ടിക്കിൾ എന്ന് എഴുതണ്ട. ഫോട്ടോൺസ് ആർ ന്യൂട്രൽ ഇൻ നേച്ചർ, ദേ ഡോണ്ട് ഹാവ് എനി ചാർജ്. ക്ലിയർ? അപ്പം ഇതുവരെ 4 ടോപ്പിക്സ് അല്ലെങ്കിൽ പോയിന്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് എന്താ പറഞ്ഞത്? ലൈറ്റിൻ്റെ റേഞ്ച്. എല്ലാ ലൈറ്റിനും ഒരു പാർട്ടിക്കിൾ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് particles, not particles, it's actually collection of what? Energy packets, right? Collection of photons എന്ന് പറയാം അല്ലേ? that is known as quantas, right? ക്ലിയർ? അതാണ് നമ്മൾ വെച്ചിട്ട് ഫസ്റ്റ് പോയിന്റിൽ പഠിച്ചത്. പിന്നെന്താ പറഞ്ഞത്? മാസ് ഓഫ് ഫോട്ടോൺ അല്ലേ? അതിന് നമുക്ക് എന്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല? ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഹെൻസ് ദാറ്റ്സ് വൈ സ്റ്റഡി ഓഫ് ഫോട്ടോൺസ് എക്സെട്ര ഇസ് ഡിവൈഡഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഇസ് ക്വാണ്ടം മെക്കാനിക്സ്. And you just have to learn that the resting mass of photon is equal to 0. Right? Then all the photons are moving with speed of around 3 × 10⁸ meter per second. ആ വാല്യൂ നിങ്ങൾക്ക് എക്സാക്ട് എഴുതാന്നുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. It is same as that of the light speed. Right? And the last one is the neutral nature of a photon. ഫോട്ടോണ് ചാർജ് ഇല്ല. കിട്ടിയല്ലോ? റൈറ്റ്, ഇനി അഞ്ചാമത്തെ ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് റിഗാർഡിങ് ഫോട്ടോൺ. റൈറ്റ്, ഈ എല്ലാ ഫോട്ടോണിനും ഒരു പ്രത്യേക എനർജിയുടെ സ്പെസിഫിക് എനർജി. റൈറ്റ്, ഓർ ഫോർ ആൻഡ് ഡെഫിനിറ്റ് മൊമെൻറ്റ്. ദാറ്റ് ഈസ് each photon, right, has definite energy and definite momentum. റൈറ്റ്, അതായത് E is equal to hc/λ. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ hc/μ. റൈറ്റ്, അപ്പോൾ ഇത്രയും സ്പെസിഫിക് ഓരോ ഫോട്ടോണിൻ്റെ എനർജീൻ്റെ ഇക്വേഷനാണ് കേട്ടോ. ഇതിൽ H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് and its value is 6.626 into 10⁻⁻34 joules second. Right, Planck's constant 6.626 into 10⁻⁻34 joules second. ഇത് പ്രോബ്ലംസിൽ നമുക്ക് പിന്നെ പറഞ്ഞു തരും. എന്നാലും പ്രോബ്ലംസിൽ ചില സമയത്ത് ലാംഡ വേവ് ലെങ്ത് നാനോമീറ്ററിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് എച്ചിൻ്റെ 6.6, സീന് 3 × 10⁸ ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഓൾ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലേ? ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കിലൊക്കെ നമുക്ക് സ്കൂൾ എക്സാമിനേഷനൊക്കെ അത് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോളേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ ഇത് എഴുതി വെച്ചോളൂ, നമുക്കിത് ലാസ്റ്റ് ആവശ്യം വരും. ലൈവ് ലെങ്ത്തിൻ്റെ വാല്യൂസ് നാനോമീറ്ററിൽ, മിക്കതും നാനോമീറ്ററിലായിരിക്കും. ഇനി ആംസ്ട്രിങ്ങിൽ തന്നാലും നിങ്ങൾക്ക് നാനോമീറ്റർ അത് എഴുതാൻ കഴിയും അല്ലേ? അങ്ങനെയാണ് വന്നതെങ്കിൽ എനിക്ക് ഈൻ്റെ ഈ എച്ചും സീൻ്റെ വാല്യൂ ഇട്ടിട്ടാ ഈ 6.6 ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് എഴുതുന്നതാണ് 1240 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ ലാംഡ ചെയ്താൽ മതി. ആ ലാംഡ വാല്യൂ ഇടണം കേട്ടോ.
എന്താണ് E ഈസ് ഈക്വൽ ടു 1240 EV ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് എഴുതിയിട്ടാൽ മതി. എന്നിട്ട് പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൈറ്റ്, E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ, അതിൻ്റെ 1240 ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആയ? ഇനി മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ. റൈറ്റ്, മൊമെൻറ്റ് ഓഫ് ഫോട്ടോൺ ഈസ് P ഈസ് ഈക്വൽ ടു H ബൈ ലാംഡ അല്ലേ. അപ്പോൾ നോക്കി H ബൈ ലാംഡ മൊമെൻറ്റമാണ്. ഇപ്പോൾ തന്നെ E ഈസ് ഈക്വൽ ടു HC ബൈ ലാംഡ എന്ന് പറഞ്ഞു. അപ്പോൾ H ബൈ ലാംഡ എന്താ മൊമെൻറ്റം. അപ്പോൾ എനർജീന് വേറെ ഇക്വേഷൻ ഉണ്ട്, P ഇൻറ്റു C. റൈറ്റ്, സോ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മൊമെൻറ്റം ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. ക്ലിയർ ആയാ? റൈറ്റ്, ഈ ക്വസ്റ്റ്യൻസൊക്കെ മക്കപ്പ് ചെയ്യണം. ഇത് ഇത്ര ഉള്ളൂ, ഇതിൽ ക്വസ്റ്റ്യൻസൊക്കെ വളരെ കുറവാണ്. സിക്സ്ത് പോയിൻ്റ് കേട്ടോ നമ്മുടെ ഫോട്ടോൻ്റെ ക്യാരക്ടറിസ്റ്റിക്. സിക്സ്ത് പോയിൻ്റ് ഈസ് കൊളീഷൻ ഓഫ് ഫോട്ടോൺസ് അല്ലേ. കൊളീഷൻസ് എന്ത് ടൈപ്പ് ഫോട്ടോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യണതോ അല്ലെങ്കിൽ വേറൊരു മാറ്റർ പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴും ഇലാസ്റ്റിക് കൊളീഷനായിട്ടാണ് കൊളൈഡ് ചെയ്യുക. ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിച്ചു? കഴിഞ്ഞ കൊല്ലം +1 പഠിച്ചിട്ടുള്ളതാണ്. റൈറ്റ്, സോ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഇലാസ്റ്റിക് കൊളീഷൻ? എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത? ഒരു എന്താണ് മൊമെൻറ്റം ഫോർ എ സിസ്റ്റം. റൈറ്റ്, മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ആസ് വെൽ ആസ് ദ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ് അല്ലേ. ഓൾ കൊളീഷൻസ് ബിറ്റ്വീൻ എ ഫോട്ടോൺ ആൻഡ് മാറ്റർ പാർട്ടിക്കിൾ അതെന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. അതായത് നമുക്ക് എഴുതാണെങ്കിൽ ഒരു ഇനീഷ്യൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ഫോർ ദ സിസ്റ്റം. സിമിലർലി കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ ഫോർ ദ സിസ്റ്റം. റൈറ്റ്, അതായത് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, ഇലാസ്റ്റിക് കൊളീഷൻ എന്താണ്? എങ്ങനെയാണ് എൻ്റെ ഒരു ബോഡി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടാവണം. M1 M2 രണ്ട് മാസസ് ഉണ്ട്. ഇതിന് വെലോസിറ്റി V1, ഇതിന് വെലോസിറ്റി V2. റൈറ്റ്, വെൻ ദേ കൊളൈഡ് റൈറ്റ് one M1 will have another velocity V1. റൈറ്റ്, അതായത് വേറൊരു മാസ് പുതിയ വെലോസിറ്റിയിൽ നീങ്ങും. എക്സ്ചേഞ്ചിൻ്റെ കേസ് വ്യത്യാസമുണ്ട് കേട്ടോ. റൈറ്റ്, ക്ലിയർ? എൻ്റെ ഇക്വേഷൻസൊക്കെ നിങ്ങൾ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ്. റൈറ്റ്, ദിസ് ഈസ് യുവർ ഇലാസ്റ്റിക് കൊളീഷൻസ്. റൈറ്റ്, അപ്പോൾ അതിൽ എനർജിയും കൺസേർവ്ഡ് ആയിരുന്നു ആൻഡ് വാട്ട് മൊമെൻറ്റം വാസ് ഓൾസോ കൺസേർവ്. ഇതേമാതിരിയാണ് നമ്മുടെ ഫോട്ടോൺസും കൊള്ളായിട്ട്. അതുകൊണ്ട് ഞാൻ ഗോട്ടിക്കാൻ്റെ എക്സാമ്പിൾ പറഞ്ഞു എന്തായാലും. അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, ഈ കൊളീഷൻ്റെ സമയത്ത് പുതിയ ഫോട്ടോൺസും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ദാറ്റ് ഇസ് നോട്ട് അതില്ല എന്നുള്ളതല്ല. റൈറ്റ്, ന്യൂ ഫോട്ടോൺസ് ക്യാൻ ബി ക്രിയേറ്റഡ്. പക്ഷേ ആ സിസ്റ്റം പുതിയ ഫോട്ടോൺ എടുത്താലും മൊത്തം സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എനർജി ഈസ് കൺസേർവ്ഡ് ആൻഡ് മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ക്ലിയർ ആവണ്ടാ? ഇനി ഏഴാമത്തെ നേച്ചർ. റൈറ്റ്, ദാറ്റ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇത് ഫുൾ എഴുതായിരിക്കും നല്ലതുകൊണ്ട്. റൈറ്റ്, ഓൺ ഇൻക്രീസിങ് റൈറ്റ് ഇത് ഇൻറ്റൻസിറ്റി ഓഫ് radiation, the number of photons increases. ഞാനിങ്ങനെ ഇൻക്രീസസ് സിമ്പിൾ ഇങ്ങനെ എഴുതല്ല. ബട്ട് ഈച്ച് ഫോട്ടോൺ ഡസ് ഈച്ച് ഫോട്ടോൺസ് ഹാവ് സെയിം എനർജി എന്ന് എഴുതണ്ട. ബട്ട് ദ എനർജി ഓഫ് ഈച്ച് ഫോട്ടോൺ does not change അങ്ങനെ എഴുതാം. മനസ്സിലായ? അതൊന്നും മനസ്സിലായില്ല. നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമ്മുടെ കയ്യിൽ 2 ബൾബ് ഉണ്ട് വിചാരിക്കട്ടോ. ഫിലമെൻ്റ് ആട്ടോ ഉദ്ദേശിച്ച മര്യാദയ്ക്ക് സിമ്പിൾ വരച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊരു യെല്ലോ ബൾബാന്ന് വിചാരിക്കും. ഇത് വേറൊരു യെല്ലോ ബൾബാണ് കേട്ടോ. രണ്ടും ഒരേ യെല്ലോ ആണെങ്കിൽ രണ്ടുപേരുടെ എന്ത് സെയിം ആയിരിക്കും? വേവ് ലെങ്ത് സെയിം ആണ്. ക്ലിയർ? അപ്പോൾ അതായത് ഇതിൻ്റെ മുന്നിൽ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ ആണ്, ഇവരുടെ മുന്നിൽ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ കേട്ടോ. പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. റൈറ്റ്, അപ്പോൾ യെല്ലോ ലൈറ്റ് അല്ലെങ്കിൽ ബൾബ് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ യെല്ലോ റേഡിയേഷൻ ആയതുകൊണ്ട് ബോത്ത് ആർ ഹാവിങ് സെയിം വേവ് ലെങ്ത്. റൈറ്റ്, ക്ലിയർ? എന്നാൽ ഇൻറ്റൻസിറ്റി എന്ന് ഉദ്ദേശിക്കാം. സപ്പോസ് ഇവിടെ ഒരു 100 വാട്ട് എടുക്കുക. 500 വാട്ട് ഇച്ചിരി കടന്ന കയ്യാവും. 100 വാട്ട് ബൾബാവും. ഇത് 50 വാട്ട് ബൾബാന്ന് വിചാരിക്കും. റൈറ്റ്, ഈ 50 വാട്ട് എന്നൊക്കെ പറയണത് ദിസ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് ഇൻറ്റൻസിറ്റി
അല്ലേ, പവറാണ് ഇൻറ്റൻസിറ്റീന് നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും നല്ല എന്താണ് അനലോഗസ് സിനോണിമസ് ആയിട്ടുള്ള വാക്ക്. റൈറ്റ്. സോ ദിസ് ഇസ് എ 500 പോയി അവിടെ 500 അല്ല കേട്ടോ, 50 വാട്ട്. ദിസ് ഇസ് 100 വാട്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആർക്കാണ് ഇൻറ്റൻസിറ്റി കൂടുതൽ? ഇയാൾക്ക് ഇൻറ്റൻസിറ്റി കൂടുതൽ, ഇയാൾക്ക് ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ആൾക്ക് എന്ത് പറഞ്ഞു എന്നാൽ കൂടുതൽ ഫോട്ടോൺസ് പുറത്തേക്ക് വരുന്ന പറയുന്നത് കേട്ടോ. അതിൽ നിന്ന് പറഞ്ഞൊരു 20 എണ്ണം വരുമ്പോൾ ഇവിടെ നിന്ന് 1 2 3 അങ്ങനെ 4 എണ്ണം വരുന്നുള്ളൂ ആയിരിക്കും. സോ നമ്പർ ഓഫ് ഫോട്ടോൺസ് റിലീസ്ഡ് ബൈ ഹയർ ഇൻറ്റൻസിറ്റി പാർട്ടിക്കിൾ വിൽ ബി മോർ. ഇതിലുണ്ടായ അല്ലെങ്കിൽ ഈ ഹയർ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു വസ്തുവിൽ നിന്ന് കൂടുതൽ ഫോട്ടോൺസ് സഞ്ചരിക്കും. എന്നാൽ ഇൻറ്റൻസിറ്റി കുറവുന്നതിന് കുറച്ച് ഫോട്ടോൺസേ പോകുള്ളൂ. പക്ഷേ ഓരോ ഫോട്ടോണിൻ്റെയും എനർജിക്ക് മാറ്റമില്ലാന്ന്. എല്ലാ ഫോട്ടോണിനും ഒരേ എനർജിയാണ് ഉണ്ടാവുക ഈ 2 കേസിൽ. എന്തുകൊണ്ടാണ്? ഇതാണ് എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു hc/λ. എച്ച് കോൺസ്റ്റൻറ്റ്, സി കോൺസ്റ്റൻറ്റ്, ലാംഡ രണ്ടെണ്ണത്തിൽ സെയിം അല്ലേ. അപ്പോൾ ഓരോ ഫോട്ടോണിനും ഉണ്ടാവുന്ന എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഇതുകൊണ്ട് എന്ത് ഉപകാരം ഉദ്ദേശിക്കണം മനസ്സിലാക്കണം കേട്ടോ. ഓരോ ഫോട്ടോണിനാണ്. അപ്പോൾ ഇതായത് ഇതിൻ്റെ മുന്നിലും ഒരു 1 cm² ഒരു ഏരിയയിൽ ഒരു ഷീറ്റ് വെച്ചു എന്നായിരിക്കും. അപ്പോൾ ഈ ഷീറ്റ് കൂടെ പുറത്തേക്ക് വരുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് കമ്മിങ് പെർ യൂണിറ്റ് ഏരിയ വിൽ ബി ലാർജ്. ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ് കമ്മിങ് ഔട്ട് വിൽ ബി ലെസ് കേട്ടോ. പക്ഷെ ആ വരുന്ന ഫോട്ടോൺസിനൊക്കെ എന്തായിരിക്കും? ഒരേ എനർജി ആയിരിക്കും. അതായത് ഇതിൽ നിന്നൊരു ഫോട്ടോൺ പുറത്തേക്ക് എടുക്കുക, ഇതിൽ നിന്നൊരു ഫോട്ടോൺ എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നിങ്ങൾ 2 എണ്ണം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഇതിൻ്റെ ഫോട്ടോണാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോണോ, അതായത് ഈ ബൾബിൻ്റെ ഫോട്ടോണാണോ എന്നറിയില്ല, ഈ ബൾബിൻ്റെ ഫോട്ടോണോ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. ക്ലിയർ ആവുന്നതായിരിക്കണ്ടേ? സോ വാട്ട് ഡിഡ് യു മീൻ? റൈറ്റ്. ഒന്നുകൂടി ഹെഡിങ് വെച്ച് നോക്കിയേ. ഓൺ ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ the number of photons increases but the energy of each photon does not change. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്നുകൂടി റിഫ്രഷ് ചെയ്യണം. റൈറ്റ്. അതായത് ഇലക്ട്രോൺ എജക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ്. അതിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? തെർമിയോണിക് എമിഷൻ അല്ലേ, ചൂടാക്കുമ്പോൾ അല്ലേ. അപ്പോൾ ചൂടാക്കുമ്പോൾ എന്താവും? ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാനുള്ള എനർജി കിട്ടും. സോ ഡ്യൂ ടു ദിസ് ഹീറ്റ് എനർജി ഈസ് ഹെൽപ്പിംഗ് ദ ഇലക്ട്രോൺസ് ടു ജമ്പ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഷെൽ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന്. റൈറ്റ്. ദാറ്റ് എമിഷൻ വാസ് നോൺ ആസ് വാട്ട്? തെർമിയോണിക് എമിഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് ഈ വേറെ ഫീൽഡ് ഇലക്ട്രോൺസിന് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞില്ല എങ്ങനെയാണെന്ന്, ജസ്റ്റ് ഫീൽഡ് കൊടുക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ കപ്പാസിറ്റർമാരി 2 പ്ലേറ്റ്, അപ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആക്കുകയാണ്. അപ്പോൾ ഇതല്ലേ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് മീഡിയം ഉണ്ടാവും. ആ ഡയലക്ട്രിക് മീഡിയത്തിലാണ് ചാർജസ് ഉണ്ടാവുക. റൈറ്റ്. ഈ ഡയലക്ട്രിക് മീഡിയത്തിൽ നിന്നാണ് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുക വെൻ യു ആർ ഇൻക്രീസിങ് ദ ഇലക്ട്രിക് ഫീൽഡ്. റൈറ്റ്. ദിസ് ഈസ് നോൺ ആസ് ഫീൽഡ് എമിഷൻ. യു ആർ ഇൻക്രീസിങ് ദ ഫീൽഡ് ആൻഡ് ഫോഴ്സിങ് ദ ഇലക്ട്രോൺസ് ടു ബി മൂവിങ് ഔട്ട് ഫ്രം ദിസ് ഡയലക്ട്രിക് മീഡിയം. ഇതിനെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഡയലക്ട്രിക് മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ ഡൈ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഇത് ഞാൻ ഡീറ്റെയിൽ പറയുന്നതാണ് കേട്ടോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല. ജസ്റ്റ് സിലബസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. കേട്ടല്ലോ? എന്നിട്ട് നൗ വി ഗോ വിത്ത് ദ ടോപ്പിക് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. അതായത് ദിസ് ഇസ് യുവർ മെറ്റൽ പ്ലേറ്റ്. അപ്പോൾ റേഡിയേഷൻ വരികയാണ് ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ HU ഇപ്പോൾ ഇല്ലേ, സോറി, ഹൈ ഫ്രീക്വൻസി ഓർ ലോവർ വേവ് ലെങ്ത് ആയിട്ടുള്ളൊരു റേഡിയേഷൻസ് വരുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു അല്ലേ. ദിസ് ഇസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിന് ഒരു പ്രത്യേകം പേരും പറയുന്നത്, അതിനൊക്കെയാണ് ഞാൻ വന്നത് ഫോട്ടോ ഇലക്ട്രോൺസ്. ഫോട്ടോൺ അതായത് റേഡിയേഷൻ കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയില്ലെങ്കിൽ ഇതുകൂടി പറഞ്ഞുതരാം. ഈ ചൂട് കൊടുത്തിട്ട് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വരില്ലേ, ദാറ്റ് ഇസ് ആ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസ് നമ്മൾ തെർമിയോൺസ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും കാര്യം പഠിച്ചത്. ദാറ്റ് ഈസ് നോൺ ആസ് വർക്ക് ഫങ്ഷൻ. അതായത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ഒരു മെറ്റൽ പ്ലേറ്റിലല്ലേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ചിലപ്പോൾ മെറ്റൽ സർഫസ് അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസ് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. ദേ ആർ നോട്ട് ഈസി ടു ബി മൂവ്ഡ്
അല്ലേ? അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ വായത്തും തോണ്ടിക്കഴിഞ്ഞാൽ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ചാടുമോ? ഇല്ല. സോ എ പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് എനർജി ഹാസ് ടു ബി അപ്ലൈഡ്, റൈറ്റ്? എന്നാലേ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ ദാറ്റ് മിനിമം, റൈറ്റ്, amount of energy required to eject, right, an electron from a metal surface is called work function, right? Work function symbol phi ആണ്, റൈറ്റ്? 50 എന്നായിരിക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. 50 എന്ന് പറഞ്ഞത് ഇനീഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ അപ്ലൈ ചെയ്യുന്ന വാട്ട് എനർജി, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫങ്ഷൻ, then only it can be able to move an electron from the metal surface, right? And unit of work function is electron volt. ക്ലിയർ ആവുന്നുണ്ട്? അതായത് ഇത്രയും മിനിമം ഇത്രയെങ്കിലും എനർജി കൊടുത്താൽ മാത്രമേ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ചാടിപ്പോവുള്ളൂ, റൈറ്റ്? സോ മിനിമം എനർജി വിച്ച് ഇസ് റിക്വയർഡ് ടു മൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് ദ മെറ്റൽ ഇസ് നോൺ ആസ് വർക്ക് ഫങ്ഷൻ. ക്ലിയർ? അപ്പോൾ ഓരോ മെറ്റലിൻ്റെയും വർക്ക് ഫങ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫൈ ഇത് എഴുതി ചെയ്യണം കേട്ടോ. ഞാൻ മെറ്റൽ കൺസിഡർ ചെയ്യാൻ പോകണം നോക്കിയേ. ഫസ്റ്റ് നമ്മൾ സീഷ്യം. ഈ സീഷ്യം എന്ന് പറയുന്നത് എവിടെ? ഏറ്റവും ലാസ്റ്റിലാണല്ലേ പീരിയോഡിക് ടേബിളിൽ. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ എനർജി എന്താ? കുറവാണ്. അപ്പോൾ ഈ സീഷ്യം മെറ്റലിൽ നിന്ന് എനിക്ക് ഇറ്റ് ഈസ് വെരി ഈസി ടു റിമൂവ് ആൻ ഇലക്ട്രോൺ, റൈറ്റ്? സോ എന്താണ് നമ്മൾ മിക്ക സമയത്തും മില്ലി ഇലക്ട്രോൺ വോൾട്ടിലാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മെറ്റൽസിനൊക്കെ മില്ലി ഇലക്ട്രോൺ വോൾട്ടുള്ളതാണ് കേട്ടോ ഫൈ. സീഷ്യത്തിൻ്റെ അറൗണ്ട് 1.9 മില്ലി ഇലക്ട്രോൺ വോൾട്ടാണ്. ഇതേമാതിരി പൊട്ടാസ്യം, റൈറ്റ്, അതിൻ്റെ വർക്ക് ഫങ്ഷൻ അറൗണ്ട് 2. ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, അയണൈസേഷൻ എനർജി എന്നൊക്കെ, റൈറ്റ്? അതേമാതിരി കോപ്പർ, റൈറ്റ്, അതിൻ്റെ എത്രയാണ്? 4.5 അറൗണ്ടാണ്, അല്ലേ? വളരെ ചെറിയ വാല്യൂസാണ് എന്തല്ലേ ഇതിൻ്റെയൊക്കെ വർക്ക് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി മിക്ക സമയത്തുകളും ഇതിൽ കൂടുതൽ എനർജി ആയിരിക്കും, അല്ലേ? ആയിരിക്കണം. എന്നാലേ ഈ മെറ്റലിൽ നിന്ന് എന്തായാലും ഇലക്ട്രോൺസ് പുറത്തേക്ക് പോവുള്ളൂ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇനിയിപ്പോൾ എനർജി ഗ്രേറ്റർ ദാൻ ഫങ്ഷൻ വർക്ക് ഫങ്ഷൻ ആയാലും ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് electrons are ejected out of a metal. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്തുവാ? ഇങ്ങനെ പറഞ്ഞു, ഇപ്പം തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ എനർജി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോണിൽ കൊടുക്കുന്ന എനർജി ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഫങ്ഷൻ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് ഞാൻ തന്നെ പറയണത് അത് മാത്രം പോരാന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലോ അതൊന്നും തന്നിട്ടില്ല. ഞാനായിട്ട് പറയുകയാണ്, സപ്പോസ് എന്തുകൊണ്ട് നമ്മൾ കൊടുക്കണ എനർജി മുഴുവൻ ഇലക്ട്രോണിന് എന്നെ കിട്ടണമെന്നില്ല, അല്ലേ? കുറച്ച് എനർജിയൊക്കെ വേസ്റ്റ് ആവും, റൈറ്റ്? ദാറ്റ്സ് വൈ ഇപ്പോൾ ഞാൻ നോക്കിയ വർക്ക് ഫങ്ഷൻ ഓഫ് സീസിയം 1.9, ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും സീസിയം മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ചാടണം നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ദെർ ആർ ചാൻസസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഇനഫ്. ക്ലിയർ ആവുണ്ടോ? സോ ഞാൻ കൊടുക്കുന്ന എനർജി കുറേയൊക്കെ വേസ്റ്റ് ചെയ്തു പോകും. സോ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് പറയാൻ പറ്റില്ല എന്താണ് ഞാൻ കൊടുക്കുന്ന എനർജി ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫങ്ഷൻ ദ ഇലക്ട്രോൺ ഹാസ് ടു ജമ്പ് ഔട്ട്. ക്ലിയർ ആവുണ്ടോ? സോ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഒരേ ഒരു സെൻറ്റൻസ് ഉള്ളു, ഇഫ് അപ്ലൈഡ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫങ്ഷൻ ദ ഇലക്ട്രോൺ വിൽ ജമ്പ് ഔട്ട് ഓഫ് ദ മെറ്റൽ. അത്ര തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ക്ലിയർ? ഞാനൊരു ഗുഡ് ടു നോ കേസ് മാതിരി പറഞ്ഞതാണ്. ക്ലിയർ ആവുണ്ടോ? ഇനി 2-3 കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് എ ഡ്രൈ ചാപ്റ്റർ ആസ് ഇറ്റ് ഈസ്. പൊതുവെ എനിക്ക് ഡ്രൈ ആയിട്ടാണ് തോന്നാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം കൂടുതലും തിയറികളാണ്. പിന്നെ ന്യൂമറിക്കൽ വരുന്നത് കുറച്ചും കൂടി ആറ്റംസ്, ന്യൂക്ലിയൈൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി ന്യൂമറിക്കൽ വരിക. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ ന്യൂമറിക്കൽസ് ഇല്ലാത്തത്? എന്താണ് ടീച്ചർ ന്യൂമറിക്കൽ എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ എന്ത് ചെയ്യണം? ഇത് തിയറി കേട്ടിട്ട് മനസ്സിലാക്കിയെടുക്കുക, കേട്ടല്ലോ? ഇപ്പം ഞാൻ നിങ്ങളോട് പറയില്ല, ഐ തിങ്ക് യു ഗൈസ് ഹാവ് റീച്ച്, അല്ലേ? ഫൈനൽ ആവാറായി. തിയറി ഓരോരുത്തരൊക്കെ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു ഹാവ് പ്ലെൻറ്റി ഓഫ് തിങ്സ് ടു റൈറ്റ് ആസ് വെൽ ആസ് ലേൺ. അപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ? അപ്പം പഠിക്കണം, അപ്പം പഠിക്കാം. ഇനി ഈ വീഡിയോ കൊണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു. അപ്പോൾ ഓക്കെ, ഗ്രൂപ്പിലത്തെ കാര്യം പറയാൻ വന്നപ്പോൾ അത് പിന്നെ പറയാം.
എന്താ പറഞ്ഞ ഓക്കെ അതേമാതിരി ഇപ്പോൾ ചിലർക്ക് +1 എക്സാംസ് നടത്തി, പൊതുവേ മാർക്ക് കുറവാണ്, റൈറ്റ്. അപ്പോൾ ഡിപ്രഷനിലേക്ക് പോയിട്ട് കാര്യമില്ല. ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ടു ജമ്പ് അപ്പ് ആൻഡ് ഐ ടോൾഡ് യു ഐ വിൽ ഡു ദ 12th എക്സാംസ്, അതായത് 12th ക്ലാസ്സിന് ചെയ്യാം. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും, കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യണം, വേണ്ടേ? അപ്പോൾ +1 അപ്പോൾ എപ്പോൾ എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വരില്ലേ, റൈറ്റ്? ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് വിൽ ഡു സം +1. ഇപ്പം അതേമാതിരി ആ സമയം കൊണ്ട് എനിക്ക് 11th കുറച്ച് വീഡിയോസൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ലിങ്ക് തരാം, റൈറ്റ്? വെർ ഐ ആം ഡൂയിങ് എ പ്ലെൻറ്റി ഓഫ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് എൻട്രൻസ്, റൈറ്റ്? അപ്പോൾ തിയറി പക്കയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കണം കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷയിൽ, അല്ലെങ്കിൽ പഠിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? തിയറി ബുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ NCERT പഠിച്ചുകൊണ്ടല്ല കേട്ടോ. NCERT ഓഫ് കോഴ്സ് പഠിക്കണം, ബട്ട് അത് മുഴുവൻ രാമായണം പഠിക്കുന്ന മാതിരി ഇത് CBSE ബോർഡ് പ്രിപ്പറേഷൻ മാതിരി അല്ല നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. യു ഗൈസ് ആർ സ്റ്റിൽ ഹാവ് നോ ഐഡിയ ഹൗ ടു പ്രിപ്പയർ ഫോർ നീറ്റ്. ഒരു 10,000 പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്കിതറിയണം ഇത് വായിച്ചിട്ട് എനിക്കിങ്ങനെ കേട്ടോ അതേമാതിരി ഇത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടേക്ക് 1 ബുക്ക്, റൈറ്റ്? അതിനെ ബേസ് ചെയ്തിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അതിലത്തെ എല്ലാ ലെവലുകൾ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പുസ്തകത്തിൽ പോകാൻ പാടുള്ളൂ. അല്ലാണ്ട് ചവർ മാറിയിട്ട് അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? സോ പ്രോപ്പർലി പ്രിപ്പയർ. ഇത് എനിക്ക് പറയണം നിർബന്ധമായിരുന്നു. ക്ലിയർ?